ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്പിനകത്ത് നമുക്ക് ഡാർക്ക് തീം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പലർക്കും അറിയത്തില്ല എങ്ങനെ ഡാർക്ക് തീമൊക്കെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണിന് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു സിമ്പൽ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെയായിട്ട് നോക്കുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സിനകത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിന് അങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് തീംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്കവിടെ കാണുന്നുണ്ട്. തീംസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. സിസ്റ്റം, ഡിഫോൾട്ട്, ലൈറ്റ്, ഡാർക്ക്, ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്കവിടെ എനേബിളായി കിട്ടുന്നുണ്ട്. അതിൽ ഡാർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്രോം ബ്രൗസർ ഡാർക്ക് തീമിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. ഇനി ഡാർക്ക് വേണ്ട വൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്നുള്ളതിലും, ഡാർക്ക് മതി എന്നുണ്ടെങ്കിൽ ഡാർക്ക് എന്നുള്ളതിലും സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ തീം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ പേജ് വന്നിട്ട് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ വന്നിട്ട് ഡാർക്ക് തീമിലേക്ക് ചേഞ്ച് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എനിക്ക് കമൻറ്റ് മുഖേന നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.